കഴിഞ്ഞ 4 വർഷമായിട്ട് ട്രെയിനിങ് മേഖലയിൽ പല വ്യത്യസ്ത സ്കില്ലുകൾ നമ്മളെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കിൽ ബിൽഡ് ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ മെയിൻ വിഷയം വരുന്നത്. ഏകദേശം നമുക്കൊരു അക്കാഡമി ഉണ്ട്, ക്യുനൈറ്റ്സ് അക്കാദമി എന്ന് പറയും. അതിലൂടെ 10,000-ത്തിലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, സ്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ കോഴ്സുകളായിട്ടും ജോബ് ഓറിയന്റഡ് കോഴ്സുകളായിട്ടൊക്കെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അറൌണ്ട് മലപ്പുറം അല്ലെങ്കിൽ കേരള, അല്ലെങ്കിൽ AI ട്രെയിനിങ് അക്കാദമി ഇൻ കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഒറിജിൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മളെ മലപ്പുറം മഞ്ചേരിയിൽ നമുക്ക് പുതിയൊരു ഓഫീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾക്ക് നമ്മളെ നമ്മളെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ അറൌണ്ട് 30K ഫോളോവേഴ്സ് നമുക്കുണ്ട്. മോർ ദാൻ ഇൻസ്റ്റഗ്രാമിൽ അറൌണ്ട് 2P മേഴ്സറിൽ എനിക്കൊരു 6K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് AI-യുടെ എറയാണ് അല്ലെ. AI ഒരുപാട് സാധ്യതകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. AI വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടും. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ആരും ഭയക്കേണ്ടതൊന്നുമില്ല. കാരണം AI ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടുമെങ്കിലും ഒരുപാട് സാധ്യതകൾ നമുക്ക് ഓപ്പൺ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ആമസോൺ 40,000 ആളുകളെ പിരിച്ചുവിട്ടു, ഗൂഗിള് ഒരുപാട് ആളുകളെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ നമ്മളെ കൊച്ചു കേരളത്തിൽ പോലും, കൊച്ചിയിലല്ല ഒരു സ്ഥാപനം പെട്ടെന്ന് ഒരുപാട് ആളുകൾ 1000-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ടൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് സെൽഫായിട്ട് ഒരുപാട് സ്കിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ഈവൻ വീട്ടിലുള്ള വീട്ടമ്മമാരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, എക്സ്ട്രാ ഒരു ഇൻകം നമുക്ക് ഉണ്ടാക്കും. അതൊരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കി അങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ അവസരങ്ങളെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരിചയപ്പെടുത്തുക, അതിലൂടെ നിങ്ങളെ കൈയോടെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ലേണിങ്സ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അതും AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലൊന്നും വേണമെന്നില്ല. AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല ടെക്നിക്കലി വേണ്ട സ്കില്ലുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് AI യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് വാട്ട് മൈ മിഷൻ ഈസ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു 1 hour സെഷൻ എല്ലാ വീക്കിലും നമ്മൾ നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കില്ല് ഒരാഴ്ചയിൽ ഓരോ സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു മിഷൻ ഉണ്ട്. കൂടാതെ തന്നെ ഒരു പേഴ്സണൽ മെന്ററിങ് ആവശ്യമുള്ളവർക്ക് അതും അവൈലബിൾ ആണ്. നമ്മൾ കോഴ്സ് എടുക്കേണ്ട ആളുകൾക്ക് അതും അവൈലബിൾ ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്, നിങ്ങൾ എല്ലാവരും പെർമിഷൻ തരികയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ചാറ്റ് ബോക്സിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇഫ് യു ആർ റെഡി കമന്റ് ആർന്ന് കമന്റ്. നിങ്ങളെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ കേട്ടോ നമ്മൾ ഉഷാറായിട്ട് പോകുള്ളൂ. നമ്മളിങ്ങനെ മിണ്ടാൻ റേഡിയോനെ പോലെയല്ല, നമ്മൾ ഈ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് നിങ്ങളെ റെസ്പോൺസ് എന്ത് ചെയ്യാം. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. യെസ് യെസ്, താങ്ക് യു അനീഷ അബ്ദുള്ള ടി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലെ. ആ സ്മാർട്ട് ഫോൺ എടുക്കുക. അതിൽ ചാറ്റ് ജി പി ടി ആണ് നമ്മളെ മെയിൻ ടൂൾ എന്നത് കേട്ടോ. ചാറ്റ് ജി പി ടിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ചാറ്റ് ജി പി ടി വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു പ്രൊഫഷണലി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ ക്യാൻവ എന്നുള്ള 2 ടൂളുകൾ നമ്മളൊന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ചാറ്റ് ജി പി ടി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ജി പി ടി വീട്ടമ്മമാരൊക്കെ ഉണ്ട്, അറിയില്ല, ടെൻഷൻ അടിക്കാൻ ഞാൻ കാണിച്ചു തരും. എന്ത് ചെയ്യാ, ചാറ്റ് ബോക്സിൽ ചാറ്റ് ജി പി ടി ഇതുവരെ യൂസ് ചെയ്യാത്ത ആളുകൾ കേട്ടിട്ടുണ്ടാവും പലരും. യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാം കമന്റിൽ. യെസ്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ചാറ്റ് ജി പി ടി ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്ത ആളുകൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടോ? ഫൈസൽ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ ആരൊക്കെയാണ്? ബാക്കിയുള്ള ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഐ ആം യൂസിങ്. ഐ എന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ബോക്സിൽ ഐ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. യെസ്, അബ്ദുള്ള യൂസ് ചെയ്യുന്നുണ്ട്, മഞ്ജു യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഹനിയ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ അധിക പേരും യൂസ് ചെയ്യുന്ന ആളുകളാണ്. ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എത്ര പേര് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്? ഓക്കെ, പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എത്ര പേര്? പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി എന്ന് കമന്റ് ചെയ്യാം. ടി ടി എന്ന് കമന്റ് ചെയ്യാം. ഞാൻ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, മഞ്ജു രതീഷ്. യെസ്, ടി അല്ല പി. ഓക്കെ,
യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അധികം ആളുകളും ഫെമിലിയർ ആണ്. അപ്പൊ ഫെമിലിയർ ഇല്ലാത്ത നോട്ട് യെറ്റ്. യെസ്, നന്ദ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നന്ദ എന്ത് ചെയ്യുന്നു ഒന്ന്, എന്താണ് നന്ദയുടെ ജോബ്, അല്ലെങ്കിൽ വീട്ടമ്മയാണോ? ഒന്ന് കമന്റ് ചെയ്യണം. എന്താ മേഡം? ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്, ഹൗസ് വൈഫ് എന്ന് പറയാം. അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയാം. യെസ്. ബിസിനസ് ആണ്, ബിസിനസ്. യെസ്, വാട്ട് ബിസിനസ്? ബിസിനസ്സുകാർക്ക് നിർബന്ധമായിട്ടും മിനിമം യൂസ് ചെയ്യേണ്ട ഒരു ടൂളല്ല ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത്രയും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ. യെസ്, ബട്ട് ഞാനിവിടെ ചാറ്റ് ജി പി ടിയുടെ എങ്ങനെയാണ് ചാറ്റ് ജി പി ടി നമുക്ക് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ എടുക്കാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. യെസ്, യെസ്, പ്ലാന്റ് നഴ്സറി. യെസ്, ഇതാണല്ലേ. ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. യെസ്, അവൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? ചാറ്റ് ജി പി ടിയെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചാറ്റ് ജി പി ടി നമുക്ക് മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ചാറ്റ് ജി പി ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മൾ ചാറ്റ് ജി പി ടി എന്ന് ഗൂഗിളിന്റെ ക്രോമിൽ കയറിയിട്ട്, ഗൂഗിൾ അറിയാലോ അല്ലെ? ഗൂഗിളിൽ കയറിയിട്ട് എന്താ ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം വരുന്നൊരു വെബ്സൈറ്റ് ഉണ്ടാവും, ക്രിയേറ്റ് ഇമേജസ് ടു ചാറ്റ് ജി പി ടി എന്ന് കാണാം. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. യെസ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിയുടെ സൈറ്റിലോട്ട്, അല്ലെങ്കിൽ വെബ് ആപ്പ് അവൈലബിൾ ആണ്, വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഫോണാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ, അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ആണെങ്കിൽ chatgpt.com എന്ന സൈറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിന്റെ വെബ്സൈറ്റിലോട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എത്താൻ പറ്റും. യെസ്. ഓക്കെ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്രൊഫഷണൽ, പലരും പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു, പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് എങ്ങനെ പ്രൊഫഷണലി നമുക്കൊരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനുള്ള ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു പ്രൊഫഷണൽ പോസ്റ്റർ ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എത്ര പേര് പ്രൊഫഷണലി ഒരു ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ? ലെറ്റ് മീ നോ. ചാറ്റ് ജി പി ടി എല്ലാവരുടെ കയ്യിലും, ഇതിൽ 99% ആളുകൾക്ക് ചാറ്റ് ജി പി ടി അറിയുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട്? ഐ മീൻ, യെസ്, അനീഷ അമീർ. യെസ്, ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഉണ്ടോ ഇത് ഉപയോഗിച്ച് നിങ്ങൾ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഏർണിങ്സ് ഉണ്ടാകുന്ന എത്ര പേരുണ്ട്? ഹൗ, എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. യെസ്, ആരെങ്കിലും ഉണ്ടോ? ഒരാളുള്ളൂ. നോ, ഇല്ലെങ്കിൽ, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നിങ്ങളെ റെസ്പോൺസ് വേണം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ റെസ്പോൺസ് വേണം. ഓക്കെ. നോ, 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 നോ. യെസ്, വെരി ഗുഡ്. പിള്ളേർ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കാണിക്കണ്ടല്ലോ, വേറെ സ്കില്ല് കാണിക്കാലോ. അതുകൊണ്ടാണ്. ഓക്കെ. യെസ്, പലരും ചെയ്യുന്നില്ല. ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ ഇത് വെച്ച് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള ഒരു ടൂൾ വെച്ചിട്ട് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം? ദാറ്റ്സ് വാട്ട് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഓക്കെ. അപ്പൊ ചാറ്റ് ജി പി ടി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്തു. എന്റെ അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് പിൻട്രസ്റ്റ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ. പിൻട്രസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി, എത്ര പേർക്ക് പിൻട്രസ്റ്റ്, മിക്ക ഗേൾസിനും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും പിൻട്രസ്റ്റ്. പിൻട്രസ്റ്റ് വൈബ്സ് എന്നൊക്കെ പറയും അല്ലെ? പിൻട്രസ്റ്റ് എന്നുള്ള ഒരു വെബ്സൈറ്റ്. പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലെ റെഫറൻസ് ഒക്കെ നോക്കുന്ന ആളുകൾ പി എന്നൊന്ന് ടൈപ്പ് ചെയ്യും. പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ. യെസ്, ഹെപ്സിൻ. യെസ്, മഞ്ജുള. യെസ്, പിൻട്രസ്റ്റ് അറിയുന്ന ആളുകൾ പി എന്ന് കമന്റ് ചെയ്യാം. 4 പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ? യെസ്, സാനിയ. യെസ്, യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിൻട്രസ്റ്റും അറിയാം, ചാറ്റ് ജി പി ടി അറിയാം, ബട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ അറിയില്ല. ദാറ്റ്സ് മോസ്റ്റ് അല്ലേ? അപ്പോ നമുക്ക് പിൻട്രസ്റ്റിൽ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, എന്തിനാ നമ്മൾ സെർച്ച് ചെയ്യാറ്? നമ്മൾ നല്ല ഫോട്ടോസ് നോക്കാൻ വേണ്ടിയിട്ട്, നല്ല ക്രിയേറ്റീവ്സ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പിൻട്രസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ പിൻട്രസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ് ഇവിടെ കാണുന്നത്. പോസ്റ്ററുകൾ ഉണ്ട്, പല ഡിസൈൻസ് ഉണ്ട്. ഇത്തരം ഡിസൈനുകളൊക്കെ നമുക്ക് AI കൊണ്ട് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ. പിൻട്രസ്റ്റ് വൈബ് പോസ്റ്റേഴ്സ്, പ്രൊഫഷണൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പറഞ്ഞു അല്ലെ? ഇപ്പൊ ചിക്കൻ ഫ്രൈ എന്നുള്ള ഒരു പോസ്റ്റർ, ഇത് ഒരു ഹോട്ടലിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ, ഹോട്ടലിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ്. ഇങ്ങനെ പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര രൂപ? ബിസിനസ്സുകാർ എത്ര ഉണ്ട്? ഹോട്ടൽ നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ? ഹോട്ടല്
നിങ്ങളുടെ ബിസിനസ്സിൽ ഹോട്ടൽ നടത്തുന്ന എത്ര പേരുണ്ട്? ഇതിൽ ആരെങ്കിലും ഉണ്ടോ? ഹോട്ടൽ ബിസിനസ് നടത്തുന്ന, റെസ്റ്റോറൻറ്റ് നടത്തുന്ന, അല്ലെങ്കിൽ കഫേ നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ലെറ്റ് മീ നോ. ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, അതിന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടോ? ലെറ്റ് മീ നോ ദാറ്റ്. ആരുമില്ല. വേറെന്ത് ബിസിനസ് ചെയ്യുന്ന ആരാളുള്ളത്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, മൈൻഡ് കോച്ച് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങളുടെ സ്ഥാപനത്തിൽ, ഇങ്ങനെ ഒരു പോസ്റ്റർ ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഡിസൈനർ ഉണ്ടാവും. ഓക്കെ, ഒരു ഡിസൈനർ ചിലപ്പോൾ എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാവും. ഗ്രാഫിക് ഡിസൈനർ ഉണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്ക് നിങ്ങൾ മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പെർ പോസ്റ്റർ ഇത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ടാവും, ഇത് ഡിസൈൻ ചെയ്ത് തരാൻ. ഡെയിലി ചിലപ്പോൾ പോസ്റ്റേഴ്സ് വേണ്ടി വരും, ഫെസ്റ്റിവൽ സമയത്ത് പോസ്റ്റേഴ്സ് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു കിഡിലൻ പോസ്റ്റർ നമുക്ക് ചാറ്റ് GPT യൂസ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റും. ഹൗ വി ക്യാൻ ഡു ദാറ്റ്? നമ്മളെ ബ്രാൻഡിൽ ഇപ്പോൾ നമുക്ക് ഏത് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ഹോട്ടലിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം പോസ്റ്റേഴ്സ് നമുക്ക് ചാറ്റ് GPT ജെമിനിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ചെയ്യാന്നുള്ളത്. യെസ്, ഇങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മിനിമം നമുക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്ററാണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 300 രൂപ മുതൽ 500 രൂപ വരെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അത്. ഓക്കെ, നല്ല ഫോട്ടോഷോപ്പ് ഒക്കെ അറിയുന്ന, അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം പോസ്റ്റർ നിർമ്മിക്കാൻ നോർമലി പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ AI ഉള്ളത് കൊണ്ട് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പിൻട്രസ്റ്റിൽ പോവാ, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റർ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്വിഗ്ഗിക്കും സൊമാറ്റോക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്ററുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം. ഓക്കെ, ഈ പോസ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് മൗസിന്റെ ഇതൊന്ന്, ഫോണിലാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, വാട്ട് ഈസ് കോപ്പി ഇമേജ്? ഇത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സേവ് ആസ് ഇമേജ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്താണ്, റൈറ്റ് ക്ലിക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് കോപ്പി ഇമേജ് കൊടുക്കുന്നു, എന്നിട്ട് ചാറ്റ് GPT പോകുന്നു. ഓക്കെ, ചാറ്റ് GPT എന്നുള്ള നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഇതിവിടെ പേസ്റ്റ് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്തു, ഒരു ഹോട്ടലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. ഈ ഈ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ ഫ്രൈ വിൽക്കുന്ന ഒരു ഹോട്ടലിൽ നിന്ന്, അപ്പൊ നമ്മളെ കമ്പനിയുടെ ബ്രാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഈ ഡിസൈൻ നമുക്ക് കൊണ്ടുവരണം. ഹൗ വി ക്യാൻ ഡു ദാറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ ഞാൻ ഇപ്പൊ എന്താ ചെയ്തെന്നുള്ളത്? പിൻട്രസ്റ്റ് എന്നുള്ള വെബ്സൈറ്റിൽ പോയി, അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റിൽ പോയി, അവിടെ നല്ല ഡിസൈൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ചാറ്റ് GPT ഓപ്പൺ ചെയ്ത് അവിടേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ദാറ്റ്സ് വാട്ട് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കട്ടോ. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, പല തീമിലുള്ള പല പോസ്റ്റേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതാണ്. യെസ്, കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പറയാണ്, ഇവിടെ ഞാനൊരു കിടിലൻ പ്രോംപ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ഞാൻ ഇടാം ഒരു പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോംപ്റ്റിൽ നിങ്ങൾ ഏത് ഹോട്ടലാണെങ്കിൽ ഹോട്ടലിന്റെ പേര് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ത് ക്യാപ്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ക്യാപ്ഷൻ എന്നുള്ളത് പിൻട്രസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ എടുത്ത ക്യാപ്ഷൻ എന്നുള്ളത് ചിക്കൻ ഫ്രൈ എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ചിക്കൻ ഫ്രൈക്ക് വേറെ എന്താ ക്യാപ്ഷനാണ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഈ പ്രോംപ്റ്റിൽ എന്താണ് കൊടുക്കേണ്ടത്, ആ ടാഗ് ലൈൻ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി പോസ്റ്ററിൽ അതേതാണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യാം. ഒരാൾ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. സന്തോഷ് സർ, മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, മൈക്ക് ഒന്ന് ഓഫ് ആക്കണം, നോയ്സ് വരുന്നുണ്ട്. യെസ്, ഒന്ന് ഓഫ് ആക്കിയോളൂ മൈക്ക്. സന്തോഷ് സർ ഒന്ന് മൈക്ക് ഓഫ് ആക്കുക. ഓക്കെ ഓക്കെ മൈക്ക് ഓഫ് ആയിട്ടില്ല, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, മുനീറ മാഡം, സന്തോഷ് സാർ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കോ. ഹലോ, ഷാംലിൻ മാഡം ഒന്ന് സന്തോഷ് സാർ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, സന്തോഷ് സാർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള്
എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പ്രോംപ്റ്റ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങളെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യണം. എല്ലാവരും ചെയ്തു നോക്കുന്ന ആളുകൾ ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ കൊടുക്കാം, ഇൻസ്റ്റഗ്രാമിന്റെ പേജിന്റെ പേര് കൊടുക്കാം, മാറ്റി കൊടുക്കാം. ഇതിൽ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. പോസ്റ്റിന്റെ ടാഗ് ലൈൻ ഇവിടെ ചിക്കൻ ഫ്രൈ എന്നാണെങ്കിൽ മന്തി ആണെങ്കിൽ മന്തിക്കട എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ പ്രോംപ്റ്റിൽ മാറ്റി വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോംപ്റ്റ് ഞാൻ ചാറ്റ് GPT എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഹലോ, യെസ്, ഓക്കെ, താങ്ക് യു സന്തോഷ് സർ. ഈ പ്രോംപ്റ്റ് നിങ്ങൾ എല്ലാവരും പേസ്റ്റ് ചെയ്തോ? നിങ്ങൾ ചെയ്തു നോക്കുന്ന ആളുകൾ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചെയ്യുന്ന ആളുകൾ യെസ് എന്ന് കമന്റ് ചെയ്യാം. പ്രാക്ടിക്കൽ സെഷൻ ആണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് GPT പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബ്രാൻഡ് നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് കൊടുക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ബ്രാൻഡിന്റെ പേര് നമ്മുടെ കമ്പനിയുടെ സ്ഥാപനം, നമ്മളെ എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്. നമ്മൾ ചിക്കൻ എന്നല്ല വിൽക്കുന്ന. നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ക്യുനൈറ്റ്സ് എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ഗ്രീറ്റിംഗ് ടെക്സ്റ്റ് ഈ ചിക്കൻ ഫ്രൈ തന്നെയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ പോസ്റ്ററുള്ള അതേ ടെക്സ്റ്റ് തന്നെ വേണം എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ടാഗ് ലൈന് ഇനി എന്ത് ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ അതും പോസ്റ്ററുള്ള പോലെ തന്നെ മതി. കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെത് കൊടുത്തു. ഓക്കെ, ഇൻസ്റ്റഗ്രാമിന്റെ പേജ് ഉണ്ടെങ്കിൽ ആ പേജിന്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. ലോഗോക്ക് ഡിസ്ക്രിപ്ഷനിൽ ലോഗോന്റെ കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രോംപ്റ്റ് ആണ് ഇതിൽ ബ്യൂട്ടിഫുൾ സാധനം. നിങ്ങളൊരു അടിപൊളി ഡിസൈനർ ആയിട്ട് ചാറ്റ് ജിപിടിനോട് ആക്ട് ചെയ്യാൻ പറയുന്ന ഒരു പ്രോംപ്റ്റ് ആണിത്. ഓക്കെ, അത് നമ്മൾ എൻ്റർ അടിക്കുന്നു. യെസ്, അപ്പം ചാറ്റ് GPT നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോംപ്റ്റ് ആണ് നമുക്ക് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു. ആ പ്രോംപ്റ്റിൽ പറയുന്നത് ഇതിനനുസരിച്ച് നമ്മൾ കൊടുത്ത ഡിസൈൻ അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്രോംപ്റ്റ് തയ്യാറാക്കി തരണം നമ്മൾ പറയുന്നു. ഓക്കെ, യെസ്, അപ്പോൾ നമുക്കൊരു അടിപൊളി പ്രോംപ്റ്റ് ഇവിടെ നമുക്ക് തന്നു. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മലബാർ മക്കാനി എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആൻഡ് ബാർ ആണ്. കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിന്റെ പേരായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോംപ്റ്റ് ഇവിടെ കിട്ടി. ഈ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഈ പ്രോംപ്റ്റിൽ എന്ത് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം. യെസ്, ഇത്രയും ക്ലിയർ ആണോ? പ്രോംപ്റ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്തോ? ആ പ്രോംപ്റ്റ് കൊടുത്ത് വേറൊരു പ്രോംപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. യെസ്, നിങ്ങളെ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, യെസ്, എന്നിട്ട് ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് വീണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കമ്പനിയുടെ ലോഗോ, നമുക്ക് സ്ഥാപനത്തിന്റെ ലോഗോ ഉണ്ടാവില്ല. നിങ്ങൾ ഹോട്ടലാണെങ്കിൽ ഹോട്ടലിന്റെ ലോഗോ ഉണ്ടാവും. ആ ലോഗോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലോഗോയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെ ബ്രാൻഡിന്റെ പേരിൽ പുതിയൊരു പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, യുനൈറ്റ്സിന്റെ പേരിൽ ചിക്കൻ ഫ്രൈയും ആകാൻ പോവാണ്. യെസ്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചാറ്റ് GPT നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു പോസ്റ്റർ നിർമ്മിച്ച് തരാണ് നമ്മുടെ ബ്രാൻഡിൽ. താങ്ക് യു സർ. യെസ്, ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ മുന്നേ? ഈ രൂപത്തിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എത്ര പേര് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് പറയണം. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, അനീഷ അമീർ ചെയ്തിട്ടുണ്ട്. അബ്ദുള്ള ചെയ്തിട്ടില്ല. നന്ദ ചെയ്തിട്ടില്ല. യെസ്, മഞ്ജു രതീഷ്, അമീർ നോ. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇനി മുതൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അടിപൊളി പ്രൊഫഷണൽ ഡിസൈനിൽ നിങ്ങൾക്ക് നിങ്ങളെ ബ്രാൻഡിൽ നിങ്ങൾക്ക് പോസ്റ്റർ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സീ ദ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഓക്കെ,
എങ്ങനെയാണ് നമ്മുടെ ബ്രാൻഡിൽ, യെസ് കണ്ടോ, നമ്മളെ ബ്രാൻഡിൽ ചിക്കൻ ഫ്രൈയുടെ ഒരു പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഇതായിരുന്നു. യെസ്, ആദ്യം നമ്മൾ ഇതെങ്ങനെയുണ്ട്, ക്യുനൈറ്റ്സിന്റെ ബ്രാൻഡിൽ എന്ത് ചെയ്തു, ചിക്കൻ ഫ്രൈ. യെസ്, ഇവിടെ കോൺടാക്ട് നമ്പർ മാറിയിട്ടുണ്ട്. അഡ്രസ്സ് നമുക്ക് നമ്മളെ പ്രോംപ്റ്റിൽ മാറ്റം കൊടുത്തെങ്കിൽ അഡ്രസ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, കണ്ടോ ഇവിടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ക്യുനൈറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള, നമ്മുടെ ബ്രാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള പോസ്റ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? ഹൗ ഇസ് ഇറ്റ്? ഇത് ചാറ്റ് GPT ഉണ്ടാക്കിയാണെന്ന് ആരെയും പറയോ? ചാറ്റ് GPT നോർമലി നിങ്ങൾ ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയെന്ന് അറിയാൻ പറ്റും. ഇത് ഉണ്ടാക്കിയാണെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടാക്കി പറയാൻ പറ്റാത്ത ലെവലിലുള്ള ഡിസൈനാണ്. ഒരു പ്രൊഫഷണൽ ഡിസൈനേഴ്സിന് മാത്രം ഇത്തരത്തിലുള്ള ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റുക. അത് നമ്മൾ ചാറ്റ് GPT വെച്ച് റീക്രിയേറ്റ് ചെയ്തു, നമ്മളെ ബ്രാൻഡിൽ ചെയ്തു. ഓക്കെ, നമ്മളെ ലോഗോ ഒന്നും കൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മോഡിഫൈ. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നില്ല അതും നമുക്ക് ചെയ്യാട്ടോ, അതിനും ഓപ്ഷൻസ് ഉണ്ട്. ഇസ് ഇറ്റ്, ഹൗ ഇസ് ഇറ്റ്? എങ്ങനെയുണ്ട് പോസ്റ്റർ ഉണ്ടാക്കി, നമ്മളെ ബ്രാൻഡിൽ നിർമ്മിച്ചുള്ള പോസ്റ്റർ എങ്ങനെയുണ്ട്? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ആയോ നിങ്ങൾക്ക്? ദിസ് ഇസ് എ സ്കിൽ, ഇതൊരു AI സ്കില്ലാണ്. പോസ്റ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു AI സ്കില്ലാണ്. ഈ സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഹൗ എന്നുള്ള ഞാൻ പറഞ്ഞുതരും. എത്ര പേർക്ക് ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു പുതിയൊരു ഇൻഫോർമേഷൻ ആയി തോന്നിയിട്ടുണ്ട്, യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്? യൂസ്ഫുൾ ആണ് എന്നുള്ളവർ യെസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ആർക്കും ഇല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ ആയിട്ടുള്ള സ്കില്ലാണ്, നിങ്ങൾക്ക് അറിയുന്ന സ്കില്ലാണ്. ബട്ട് നിങ്ങൾക്ക് അറിയുന്നതിന് തന്നെ എന്നത് ഞാൻ ടീക്ക് ചെയ്തു, പ്രൊഫഷണലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെവൽ എന്താണ്? ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ നിർമ്മിക്കാൻ പഠിച്ചു അല്ലെ, ഇതിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഹൗ വി ക്യാൻ ചേഞ്ച്? പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ എടുത്തിട്ടുള്ള ഈ പോസ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്തു. നെക്സ്റ്റ് വാട്ട് ഐ എം ഡൂയിങ്, ലെറ്റ്സ് ക്യാൻവ എന്നുള്ള ഒരു ടൂൾ ഉണ്ട്. എത്ര പേർക്ക് ക്യാൻവ അറിയാം? ക്യാൻവ അറിയുന്ന എത്ര പേരുണ്ട്? യെസ്, ഹബ്സിൻ ഷിയാബിന് ക്യാൻവ അറിയാം. ഓക്കെ, ക്യാൻവ എന്ന ടൂള് നിങ്ങൾക്ക് പോകാൻ പറ്റും. ക്യാൻവയിലും നിങ്ങൾക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടൂളാണ് ക്യാൻവ. ഓക്കെ, അപ്പൊ ഇതിൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ക്യാൻവ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. യെസ്, മാജിക് ലെയർ എന്നുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, മാജിക് ലെയർ, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചാറ്റ് GPTയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഫോട്ടോസിന് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്യാൻവ എന്നുള്ളത്. ഓക്കെ, ചാറ്റ് GPTയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പോസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കട്ടെ. ക്യാൻവ അറിയാത്ത ആളുകൾ എന്ന് ക്യാൻവ എന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ക്യാൻവന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിളായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗൂഗിളിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാൻവ ആപ്പ് കിട്ടും. യെസ്, മാജിക് ലെയറിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പോസ്റ്റർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. യെസ്, അപ്പോൾ നമ്മളെ പോസ്റ്റർ ഒന്ന് സ്കാൻ ചെയ്യും. ഇനി ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. യെസ്, കണ്ടോ, ഇവിടെ നമ്മൾ ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതുണ്ടോ, നമ്മൾ വേണ്ട ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഇവിടുന്ന് ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ ഇവിടുന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ലോഗോന്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേര് മാറ്റി കൊടുക്കാം. അപ്പൊ നിലവിൽ നിർമ്മിച്ചിട്ടുള്ള പോസ്റ്റർ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ചിക്കന്റെ ഇവിടെ മാറ്റിയിട്ട് വേറെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് എലമെന്റ്സ് എടുത്ത് മാറ്റാനുള്ള ഓപ്ഷന് ക്യാൻവ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ നിങ്ങൾക്ക് ചെയ്ത വാക്കിനെ ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ലോഗോന്റെ പൊസിഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്നും കൂടി ചെറുതാക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെറുതാക്കാം വലുതാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും TK ഇവിടെ മലയാളം ഫോണ്ട് ഒന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ടാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി, ഇത് എത്ര പേർക്ക് യൂസ്ഫുൾ ആയി? ഇങ്ങനെ ഒരു അറിവ് ക്യാൻവയും കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താന്നുള്ളത്. ഓരോ എലമെന്റ്സും ഇപ്പൊ ഇവിടെ മാറ്റണമെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റാം. ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, യെസ്, ഇതൊരു പുതിയ അറിവാണോ?
ക്യാൻവ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ക്യാൻവയും ചാറ്റ് ജി പി ടി കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് പോസ്റ്റർ ഡിസൈനിങ് സ്കില്ല് മാത്രമല്ല, പോസ്റ്റർ മാത്രമല്ല, ഇതുപോലെ നിങ്ങൾക്ക് ബാനേഴ്സ് ഉണ്ടാക്കാം, ലോഗോകൾ നിർമ്മിക്കാൻ പറ്റും, പല രൂപത്തിലുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻസും ഇതുപോലെ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓർഡർ ഈ പോസ്റ്റർ ഉണ്ട്, ഇത് നമുക്ക് നിർമ്മിച്ചെടുക്കാം, നമ്മളെ ബ്രാൻഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എഡ്ടെക്കിന് വേണ്ടിയിട്ടുള്ള ഈദ് പോസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈദുൽ ഫിത്തറിന്റെ ഒരു പോസ്റ്റർ നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. ഈദുൽ ഫിത്തർ ആകുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റർ വേണം, ഇത് ഇതേപോലെ കോപ്പി ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ന്യൂ ചാറ്റ് എടുക്കുന്നു, പുതിയൊരു ചാറ്റ് എടുക്കുന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ പോസ്റ്റർ ഇവിടെ കോപ്പി ചെയ്യുന്നു, നമ്മൾ തരുന്ന പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചാറ്റ് ജി പി ടിക്ക് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഒരു പ്രോംപ്റ്റ് നമ്മൾ നിർമ്മിക്കുന്നു. യെസ്, നോക്കാം. അപ്പൊ നമുക്ക് അടിപൊളി ഒരു പ്രോംപ്റ്റ് നമുക്ക് ചാറ്റ് ജി പി ടി നൽകും. ഓക്കെ, എത്ര പേര് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ, നിർമ്മിച്ചിട്ടുള്ള ആളുകൾ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് അടിച്ച് പ്രോംപ്റ്റ് കിട്ടി. ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ഈദുൽ ഫിത്തറിന്റെ പോസ്റ്റർ ക്യുനൈറ്റ്സ് അക്കാഡമിന്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുകയാണ്. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. യെസ്, നമ്മളെ ലോഗോ, കമ്പനിയുടെ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി നിങ്ങൾ വെക്കുക കേട്ടോ, എന്നിട്ട് ചെയ്താൽ മതി. ലോഗോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പോസ്റ്റർ നമ്മൾ നിർമ്മിക്കുന്നു. യെസ്, എന്താണ് ചാറ്റ് ജി പി ടി തരുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഓണം സെലിബ്രേഷൻ അല്ലേ, ഓണത്തിനുണ്ടാവും, ക്രിസ്മസ്, ഈസ്റ്റർ പോലെയുള്ള പല പ്രോഗ്രാംസിൽ പല പല സ്ഥാപനങ്ങളും പോസ്റ്റേഴ്സ് വേണ്ടി വരും. നമുക്കിത് നിർമ്മിക്കാം. ഒരു പോസ്റ്റർ മിനിമം നിങ്ങൾക്ക് ഒരു 300 രൂപ മേടിക്കാം, ഏറ്റവും കുറഞ്ഞ 100 രൂപയിൽ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത്. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ സ്കില്ല് നിങ്ങൾ പഠിച്ചു അല്ലേ, ഈ പോസ്റ്റർ ഇനി എങ്ങനെ വർക്ക് കിട്ടും, അതൊരു ചോദ്യമാണല്ലോ. ഹോട്ടൽസിന് വർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, നിങ്ങളെ ചുറ്റുപാടും എത്ര സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നോക്കുക. ഇപ്പം നിങ്ങളെ ടൗണിലോട്ട് ഇറങ്ങുക, ഇലക്ട്രിക് കടകൾ ഉണ്ടാവും, ഹോട്ടൽസ് ഉണ്ടാവും അല്ലേ, ഫാൻസി ഷോപ്പുകൾ ഉണ്ടാവും. ഇവർക്കൊക്കെ മിനിമം ഡെയിലി ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 3 പോസ്റ്റർ 10 പോസ്റ്റർ ഒക്കെ വേണ്ടി വരും. അങ്ങനത്തെ വർക്കുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ വർക്ക് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ഷോക്ക് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, യെസ്, ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ കമ്പനിയുടെ പേരിൽ, യെസ്, ക്യുനൈറ്റ്സിന്റെ പേരിൽ ലോഗോ അവിടെ മാറി, ക്യുനൈറ്റ്സിന്റെ പേരുകൾ. ഹൗസ് ഇറ്റ്, ഇതെങ്ങനെയുണ്ട് പോസ്റ്റർ? ഈദുൽ ഫിത്തറിന്റെ അടിപൊളിയായ നമ്മുടെ കമ്പനിയുടെ ലോഗോ നല്ല പ്രൊഫഷണൽ ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റർ ഡിസൈൻ ചാറ്റ് ജി പി ടി നൽകിയിട്ടുണ്ട്. ഹൗസ് ഈസ് ഇറ്റ് അമേസിംഗ്? പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടോ പിന്നെ? യെസ്, ഇതൊക്കെ ഒരു ഗ്രാഫിക് ഡിസൈനർ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. ഈസ് ഇറ്റ് യൂസ്ഫുൾ? അപ്പൊ വീണ്ടും, അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ എന്താ, ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങളെ വർക്കുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ആര് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? അരമണിക്കൂർ കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു പോസ്റ്റർ ചാറ്റ് ജി പി ടി വെച്ചിട്ട് അല്ലെങ്കിൽ ജെമിനി വെച്ചിട്ട് പ്രൊഫഷണലി ചെയ്യാം എന്നുള്ള നമ്മൾ പഠിച്ചോ? ചെയ്തു നോക്കിയോ? ഹലോ ഹലോ, നിങ്ങൾ ഇവിടെ അല്ലേ? യെസ്, എത്ര പേര് ചെയ്തു നോക്കി? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? സനീഷ് അമീർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചെയ്ത ആളുകൾ എന്താ, ഗ്രൂപ്പിൽ നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പോസ്റ്റർ എന്ത് ചെയ്യാം, ഒന്ന് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു 2 മിനിറ്റ് സമയം തരാം, ഒന്ന് ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഒരു സ്കില്ല് ഇപ്പം പഠിച്ചു, റിയലി നമ്മളൊരു സ്കില്ല് പഠിച്ചു. ഈ സ്കില്ല് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാന്നുള്ള അടുത്ത് നമുക്ക് പോകുന്നത്. നമ്മൾ പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പഠിച്ചു, അതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതും പഠിച്ചു ക്യാൻ വെച്ചിട്ട്. ഓക്കെ, ഹലോ, നിങ്ങൾക്ക് എന്ത് സംശയം? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ചെയ്തതിൽ? നിങ്ങൾക്ക് ചോദിക്കാം.
ആർക്കും സംശയമില്ല, എല്ലാവരും ഓക്കെ ആണോ? ഇവിടെ 28 പേരുണ്ട്, 28 പേർക്കും ക്ലിയർ ആണോ പെർഫെക്റ്റ്ലി? യെസ് അബ്ദുള്ള, മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായ ആളുകൾ ഒന്ന് തംസപ്പ് തരാം. ഓക്കെ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഈ സ്കില്ല് ചെയ്യാൻ പറ്റും. എനിക്ക് ഇനി പ്രൊഫഷണലി ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഉപയോഗിച്ച പ്ലാറ്റ്ഫോംസ് ഏതൊക്കെ? പിൻട്രസ്റ്റ്, ChatGPT, ക്യാൻവ, ഈ 3 പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രൊഫഷണൽ ലെവൽ പോസ്റ്റേഴ്സ് നമ്മൾ നിർമ്മിച്ചെടുത്തത്. ഓക്കെ, ഒപ്പം നമ്മളൊരു പ്രോംപ്റ്റ് വന്നു, ആ പ്രോംപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹലോ, ഒന്ന് തംസപ്പ് തരാം നിങ്ങൾ ഓക്കെ, അല്ലെങ്കിൽ കമന്റിൽ എന്ത് ചെയ്യാം, ഐ എം റെഡി. അടുത്ത് എങ്ങനെ ഇതിൽ ഏർണിങ്സ് ഉണ്ടാക്കാന്നുള്ളതിൽ റെഡി ആണെങ്കിൽ യെസ് ഐ എം ഇൻട്രസ്റ്റഡ്, ഐ എന്ന് ടൈപ്പ് ചെയ്യുക. റെഡി ആണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, യെസ്. ഗ്രൂപ്പിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ലെറ്റ് മീ ചെക്ക്. ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യാണല്ലോ. അബ്ദുള്ള, നക്സർ, അബ്ദുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇത് പോരാ, ഇങ്ങനെയല്ല പ്രൊഫഷണൽ ഡിസൈൻ ഉണ്ടാകുക. ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് എലമെന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വളരെ സിമ്പിൾ എലമെന്റ്സോട് കൂടി വേണ്ട ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക, എല്ലാം കൂടി കുത്തി നിറക്കുക എന്നുള്ളതല്ല. ഓക്കെ, നെക്സർ എന്ന് വെബ് ആൻഡ് ഡിജിറ്റൽ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രോംപ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ദിസ് ഇസ് നോട്ട് എ പ്രൊഫഷണൽ വൺ. ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാര്യമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റൂല. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പ്രൊഫഷണൽ ഡിസൈനർ ലെവലിൽ അബ്ദുള്ള എത്തിയിട്ടില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം മോഡൽസ് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. പിൻട്രസ്റ്റിൽ ഇപ്പോൾ പോയിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യണം. നിങ്ങളുടെ മേഖലയിൽ ഇപ്പോൾ ഈദ് പോസ്റ്റർ ആണ്, ഞാൻ എഡ്യൂക്കേഷൻ മേഖലയാണ്. ഓക്കെ, ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ അവർക്ക് വേണ്ട പോസ്റ്റർ നമുക്ക് പിൻട്രസ്റ്റിൽ തപ്പാൻ. നിങ്ങളുടെ മേഖല ഏതാണ്? വെബ് സൊല്യൂഷൻസ് ആണോ? യെസ്, വെബ് സൊല്യൂഷൻസ്. നിങ്ങളുടെ മേഖലയ്ക്ക് അനുസരിച്ചുള്ള ഡിസൈൻസ് നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കണ്ടോ, ഈ തരത്തിലുള്ള ഇത് കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ എലമെന്റ്സ് മാത്രം, കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റർ ഉൾപ്പെടുത്തരുത്. ഓക്കെ, ഓരോന്നിനും ഡിസൈൻ കോൺസെപ്റ്റ് എന്ന സംഗതി ഉണ്ട്. ഈ ലാപ്ടോപ്പ് എവിടെ പ്ലേസ് ചെയ്യണം, എന്താണ് അവിടെ കൊടുക്കേണ്ടത്, ആളുകൾ അട്രാക്ഷൻ ആയിട്ടാ പോകുന്നത്. ഇപ്പൊ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു അതിന്റെ ബ്യൂട്ടിനെസ് എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചയിലാണ് അല്ലെ. അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡ് ബ്രെയിൻ, ലെഫ്റ്റ് സൈഡ് ബ്രെയിനും ഉണ്ട്. റൈറ്റ് സൈഡിലെ ബ്രെയിൻ നമുക്ക് എന്ത് നൽകും, അധികം ക്യാച്ച് ചെയ്യാൻ കേട്ടാ നമ്മളെ കളർ തീം അല്ലെങ്കിൽ കാഴ്ചയിൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന സൈഡ് റൈറ്റ് സൈഡ് ബ്രെയിൻ. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലോജിക്കൽ തിങ്കിങ് ആണ്. അപ്പൊ ആ ഒരു എലമെന്റ് കോൺസെപ്റ്റും കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളെ സൊല്യൂഷന് നിങ്ങളുടെ മേഖലയ്ക്ക് അനുസരിച്ച് ഡിസൈൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പോസ്റ്റേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ. അപ്പോഴേ പ്രൊഫഷണലി ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇട്ടിട്ടുള്ള പ്രൊഫഷണലി ആയിട്ടില്ല. അപ്പൊ നിങ്ങളെ മേഖലയ്ക്ക് അനുയോജ്യമായുള്ള പോസ്റ്റർ ഡിസൈൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പ്രൊഫഷണൽ ലെവലിലുള്ള വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ, സർവീസ് ഒക്കെ ആണെങ്കിൽ വെബ് ഡിജിറ്റൽ സൊല്യൂഷൻസ് അല്ല. ഓക്കെ, അതിന് പറ്റിയിട്ടുള്ള ഇതൊക്കെ കുറച്ച് പ്രൊഫഷണൽ ലെവലിലുള്ള തീമുകളാണ്. ഇതൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ കണ്ട പ്ലീസിങ് ആണ്, ഇതിന് ഈ പോസ്റ്റർ ഡിസൈൻ 500 റുപ്യ കൊടുത്താലും മുതലാവും എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വേണം ആദ്യം. അത്തരത്തിൽ ഡിസൈൻസ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്തെടുക്കാൻ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, യെസ്, ഓക്കെ ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഡിസൈൻ കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെ ChatGPT വെച്ചിട്ട് എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് പിൻട്രസ്റ്റ് യൂസ് ചെയ്യേണ്ടത്, പിൻട്രസ്റ്റിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, അതുപോലെ നിർമ്മിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് എങ്ങനെ എഡിറ്റ് ചെയ്യാം ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട്. ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ആണോ? യെസ്, മഞ്ജു മാഡത്തിന് ഹെൽപ്ഫുൾ ആണ്. യെസ്, എനിക്ക് ഇങ്ങനെ ഏത് പോസ്റ്റേഴ്സ് ഉണ്ടാക്കട്ടോ. പോസ്റ്റേഴ്സ് മാത്രമല്ല, നാളെ എനിക്ക് ലോഗോ ഡിസൈൻസ് ആണെങ്കിൽ ലോഗോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് വേണ്ട കംപ്ലീറ്റ് ഡിസൈൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ AI ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ലോഗോ നിർമ്മിക്കണം, പല ലോഗോ ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ബ്രാൻഡിൽ എങ്ങനെ ചെയ്യാം, സിമ്പിൾ ആണ്. ഇതിന്റെ പ്രോംപ്റ്റ് കൊടുക്കുക, നമ്മളെ ബ്രാൻഡിൽ നിർമ്മിക്കാൻ പറയാം. ഓക്കെ, ബ്രാൻഡ് തീം അനുസരിച്ച് ചെയ്യാൻ പറയാം. അതിനൊക്കെ ഓരോ പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ചെയ്യാൻ പറ്റും. ഈ ഡിസൈനിൽ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോംപ്റ്റ് ടെക്നിക്ക് ലോഗോ ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ പല ലോഗോസും നമുക്ക് ഡിസൈൻ ചെയ്ത് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈസി യൂസ്ഫുൾ. ഇങ്ങനെ നിങ്ങൾക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ പോസ്റ്റ് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ലോഗോ ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മെനു ഉണ്ടാവും അല്ലേ, റെസ്റ്റോറൻറ്റ് മെനു, റെസ്റ്റോറൻറ്റ് മെനു, ഫുഡ് മെനു ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് ആൻ അനദർ ഓപ്ഷൻ. ഓക്കെ, മെനൂസ്, യെസ്. ആ, ഫുഡ് എന്തൊക്കെയാണ് വിഭവങ്ങൾ, പ്രൈസിങ് ചാർട്ട്, ഇത് നിങ്ങൾക്ക് ChatGPT വെച്ചിട്ട് അടിപൊളി ഉണ്ടാക്കി കൊടുക്കാം. ഇറ്റ്സ് ആൻ അനദർ ഓപ്ഷൻ. ഓക്കെ, കോഫി, ഇങ്ങനത്തെ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അവിടുത്തെ മെനു കാർഡുകൾ നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാം, അവിടുത്തെ ലോഗോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ബിൽ ബോർഡ്സിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല കോൺസെപ്റ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസൈൻ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. വെറുതെ കുറെ ചെയ്തിട്ട് കാര്യമില്ല. ആളുകൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഡിസൈൻസ് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ കോഫിന്റെ ബെനിഫിറ്റ്സ്, മറ്റുള്ള കാര്യങ്ങൾ, കോഫിന്റെ റേറ്റ്, ഇങ്ങനത്തെ കാർഡുകളൊക്കെ നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ ബിസിനസ് കാർഡ് നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാം. ബിസിനസ് കാർഡ്, ഓക്കെ. ബിസിനസ് കാർഡ്, അതിന്റെ ഡിസൈൻസും പിൻട്രസ്റ്റിലും എല്ലാം അവൈലബിൾ ആണ്. ഈ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പ്രോംപ്റ്റിംഗിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ ഈ ഒറ്റ സ്കില്ലുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ഇതിലൂടെ ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാമിന് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അല്ലെ, ഒരു സ്ഥാപനത്തിന് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിന് വേണ്ടിയുള്ള ബാനേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ കൊടുക്കും. വാട്സപ്പിന് വേണ്ടിയുള്ള സ്റ്റാറ്റസുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. ഫെസ്റ്റിവൽ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അവിടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിനുള്ള അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെസ്റ്റോറൻറ്റ് മെനു നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഫ്ലയേഴ്സ് ഉണ്ടാക്കി, ബ്രോഷേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. യൂട്യൂബിന് തംബ്നെയിൽസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. യൂട്യൂബ് തംബ്നെയിൽസ് മനസ്സിലായോ? യൂട്യൂബിന് തംബ്നെയിലുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവന്റുള്ള പോസ്റ്റേഴ്സ് നിർമ്മിക്കാം. ഇതൊക്കെ ഈ സിമ്പിൾ സ്കില്ലിൽ ഒന്നുകൂടി പ്രൊഫഷണലി നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 3-4 വർക്കുകൾ, 5-6 വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഒരു ബ്രോഷർ, ഒരു മെനു കാർഡ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം 500 രൂപ മേടിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിന്റ് ഔട്ട് ചെയ്ത് പ്രിന്റ് ഒക്കെ ചെയ്ത് നല്ല ലാമിനേറ്റ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കി ഒരു അത് മാത്രം ചെയ്യ ഒരു ബിസിനസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതിന് 1000 രൂപ 2000 രൂപ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾസോ എൻ ഇൻകം ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഈ സ്കില്ല് നിങ്ങൾ പഠിച്ചോ? ഇനി ഇതെങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാം? ഞാൻ പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പ്രൊഫഷണൽ ഡിസൈൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇതിന്റെ ഒരു ഇൻകം പൊട്ടൻഷ്യൽ ഞാൻ കാണിച്ചു തരാം. ഒരു പോസ്റ്റ് ഡിസൈൻ മിനിമം 200 രൂപ മുതൽ 500 രൂപ വരെ മേടിക്കാം. ഓക്കെ, പ്രീമിയം ലെവലിലെ പോസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 500 മുതൽ 1000 രൂപ വരെ മേടിക്കാം. സോഷ്യൽ മീഡിയ പാക്ക് ഒരു 30 പോസ്റ്റ്, ഒരു മാസത്തേക്ക് ഒരു 30 പോസ്റ്റ് ഉണ്ടാക്കുന്ന 5000 രൂപ മുതൽ 15,000 വരെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 8000 മുതൽ 20000 ഒരു മാസം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഒരു ദിവസം 5 പോസ്റ്റർ 300 രൂപ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം 1500 രൂപ വരെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. 5 പോസ്റ്റർ, 5 സ്ഥാപനങ്ങൾ നിങ്ങൾ എടുത്തോളി. നിങ്ങളെ നാട്ടിലുള്ള, നിങ്ങളെ ടൗണിലുള്ള ഒരു 10 ഹോട്ടലുണ്ട്. 10 ഹോട്ടലിൽ നിങ്ങൾക്ക് 2 ഹോട്ടലിൽ നിങ്ങൾക്ക് വർക്ക് വന്നു. ഓക്കെ, 10 ഫാൻസി ഷോപ്പ് ഉണ്ട്. 10 ഫാൻസി ഷോപ്പിൽ 2 ഫാൻസി ഷോപ്പ് നിങ്ങൾക്ക് വർക്ക് വന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലിനിക്കുകൾ ഉണ്ടാവും. ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടർ കൺസൾട്ടേഷൻ, ഇന്ന ശനിയാഴ്ച കൺസൾട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഡോക്ടർ വരുന്നുണ്ട്, ഇന്ന ഡോക്ടറെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഡിസൈൻ തപ്പിയിട്ട് ആ ഡോക്ടറിന്റെ ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ക്ലിനിക് അങ്ങനെ ഒരു 10 സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി 5 പോസ്റ്റർ, ഒരു മാസം നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് 12 പോസ്റ്റർ, 10 സ്ഥാപനം ഉണ്ടെങ്കിൽ 120 പോസ്റ്റർ. നിങ്ങൾക്ക് 120 ഇൻറ്റു 200 രൂപ വെച്ച് ചെയ്താൽ തന്നെ എത്രയായി? 12,000 രൂപയായി അല്ലെ? 300 രൂപ 24,000 30,000 മുകളിൽ വാങ്ങാൻ പറ്റുന്ന ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്കില്ലാണ് നിങ്ങളിപ്പം പഠിച്ചത്. ഓക്കെ, ഡു യു ഗോട്ട് ഇറ്റ്? ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകളാണ്. ലോക്കൽ ക്ലയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇവരൊക്കെ സെലക്ട് ചെയ്യാം. റെസ്റ്റോറന്റ് ഉണ്ട്, ബേക്കറീസ് ഉണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ജിമ്മുകൾ ഉണ്ട്, ട്രാവൽ ഏജൻസീസ് ഉണ്ട്.
ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, സ്കൂൾ, കോളേജസ്, മൊബൈൽ ഷോപ്പിന് വേണ്ടിയുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് നിർമ്മിക്കാം, സലൂൺസ്, ഹോസ്പിറ്റൽസ്, കാർ വാഷ് റൂം, റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, ഇവർക്കൊക്കെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുത്തൂടെ ഈ സിമ്പിൾ സ്കിൽ വെച്ചിട്ട്? ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജോലി പോയി എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് നിൽക്കുന്നു വേണം, മാസം ഒരു 20,000 ഉണ്ടാക്കാൻ ഈ സിമ്പിൾ സ്കിൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താ പണി? കുറച്ച് എ ടൂൾ അറിയണം, കുറച്ച് ഡിസൈൻ കോൺസെപ്റ്റ് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ആയിക്കോളും. നിങ്ങൾ ചെയ്ത വർക്കുകൾ നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഈ സ്കില്ല് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടൂല. നിങ്ങൾ ഇതുപോലത്തെ പല 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 പോസ്റ്റ് നിർമ്മിച്ച ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ബിൽഡ് ചെയ്യണം. വാട്ട് ഈസ് പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോ പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക, നിങ്ങൾ ചെയ്ത വർക്കുകൾ എന്താ അതിൽ പോസ്റ്റ് ചെയ്തിടുക. ഓക്കെ, റെസ്റ്റോറൻറ്റിന് വേണ്ടിയുള്ള പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഒരു പേജ് തുടങ്ങിയിട്ട് പോസ്റ്റ് ചെയ്തിടാം. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അടിപൊളി കെറോസൽസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ആണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഒന്ന്, ഒരു ഓൺലൈൻ മെത്തേഡ് അതാണ്. ഞാൻ ഈ വർക്കുകൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിങ്ങനെ അടിപൊളി പോസ്റ്റേഴ്സ് ഉണ്ടാക്കും, ഒന്ന് പോയി റെസ്റ്റോറൻറ്റിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള പോസ്റ്റേഴ്സ് ഒരു മാസത്തിൽ ഒരു 10 പോസ്റ്റർ ഞാൻ ചെയ്തു തരാം. ഒരു പോസ്റ്ററിന് 200 രൂപ തന്നാൽ മതി. എത്ര രൂപയായി? 2,000 റുപ്യ ഒരു മാസം. ഒരു റെസ്റ്റോറൻറ്റ് 10 റെസ്റ്റോറൻറ്റ് 20,000 റുപ്യയായി. ഗോട്ട് ഇറ്റ്? ദിസ് ഈസ് ദ ഏർണിംഗ് പൊട്ടൻഷ്യൽ. ദിസ് ഒരു സിമ്പിൾ സ്കിൽ AI വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആർക്കും, ഒരു വീട്ടമ്മക്കും ചെയ്യാൻ പറ്റും അല്ലെ? അടിപൊളി പ്രൊഫഷണൽ ആകണമെന്നില്ല. ഒരു സൈഡ് ഇൻകം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ മാസം 20,000 എക്സ്ട്രാ ഉണ്ടാക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. എത്ര ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ തന്നെ ചാറ്റ് ഒരുപാട് വേറെ ഓപ്ഷൻസും ഉണ്ട്, സ്കിൽ ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോസ്റ്റ് ഇട്ട് കൊടുത്താൽ പോസ്റ്റ് അങ്ങോട്ട് കിട്ടും. ഓക്കെ, സ്കിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് സ്കിൽ. ഇതിനേക്കാൾ അടിപൊളിയായി ഡിസൈൻ ചെയ്യുന്ന വേറെ ടൂളാണ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇത് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇസ് ഇറ്റ്? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹൗ വി ക്യാൻ തിങ്ക് അബൌട്ട് മണി മേക്കിംഗ് സ്കിൽ യൂസിങ് പോസ്റ്റർ ഡിസൈനിങ് എന്നുള്ളത് എത്ര പേർക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു? യെസ്, യെസ് ഇഷ്ടപ്പെട്ടു. യെസ് ഷിയാസ്, അനീഷ്, യെസ് അബ്ദുള്ള, യെസ് സമീർ, ഇഷ്ടപ്പെട്ടു. ഇനി ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഗൂഗിളിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഫ്രീലാൻസ് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റർ ഡിസൈനിങ് വർക്ക് ഇൻ കേരള, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഇൻ കേരള എന്ന് ഗൂഗിളിൽ നിന്ന് പോസ്റ്റർ ഡിസൈൻ ഫ്രീലാൻസ് വർക്ക് അവൈലബിൾ ഇൻ കേരള നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഇന്ത്യയുടെ പറഞ്ഞ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. 400 പോസ്റ്റർ ഡിസൈൻ ജോബ് വാക്കൻസി, 400-ൽ പരം വാക്കൻസീസ് ഉണ്ട് വെറും പോസ്റ്റർ ഡിസൈനിങ്ങിന് മാത്രം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നിങ്ങളെ CV നിങ്ങൾ റെഡിയാക്കി, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ വർക്ക് നിങ്ങൾക്ക് കാണിക്കണം. നിങ്ങളുടെ വർക്കാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. ഓക്കെ, എങ്ങനെ വർക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾ ഡെമോ ആയിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തിട്ടുള്ള പല വർക്കുകളും ഒരു 100 പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 50 പോസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കുക, ചെയ്ത് വർക്കിന്റെ പല രീതിയിലുള്ള ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഒന്ന് പ്രൊഫഷണലി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കോൺടാക്ട് നമ്പർ ഒക്കെ അതിൽ കൊടുക്കുക, സെറ്റ് ആക്കുക. ഒരു പോർട്ട്ഫോളിയോ, ഇൻസ്റ്റാഗ്രാം ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വർക്ക് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഗ്രാഫിക് ഡിസൈനർ എത്രയാണ് സാലറി? ഇവിടെ ഗ്രാഫിക് സെഡ്കോ ഗ്ലോബൽ ഇപ്പൊ നിലവിലുള്ള വാക്കൻസി കേട്ടോ, കാലിക്കറ്റ് ആണ്. 10,000 മുതൽ 20,000 ഒരു മാസം കിട്ടും. ജോബ് ടൈപ്പ് ഫ്രീലാൻസ് ആണ്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. വർക്ക് ഫ്രം ഹോം ആണ്, ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. നിങ്ങൾക്ക് നല്ല പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളെ സെലക്ട് ചെയ്ത് എനിക്ക് മാസം 10,000 മുതൽ 20,000 വരെ ഉണ്ടാകും ഒരു ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് ഇവിടെ ഗ്രാഫിക് ഡിസൈനർ ആവശ്യമുണ്ട്. എന്താ വർക്ക്? കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്, ഹൈബ്രിഡ് ആണ്, ഓഫ്ലൈൻ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാം. 10,000 25,000 വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. ഓക്കെ, ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. 400 പേർ ഇന്ത്യയുടെ തന്നെ വെബ്സൈറ്റിൽ 400 പേർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, യെസ്, കാലിക്കറ്റ് 25,000 റുപ്യ ഗ്രാഫിക് ഡിസൈനർക്ക് കൊടുക്കുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള വർക്കാണ്. പോസ്റ്റ് ഡിസൈൻ വർക്ക് ഇവിടെ ഇന്ത്യയുടെ തന്നെ പ്ലാറ്റ്ഫോം നോട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തിട്ട് റെസ്യൂം സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. 20,000 25,000 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇനി അടുത്ത പ്ലാറ്റ്ഫോം, വേറൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക് പിടിക്കാം, മോണിറ്റൈസ് ചെയ്യാം, മോണിറ്റൈസ് ക്യാഷ് ഉണ്ടാക്കാം. വേറെ ഒന്നുമില്ല, ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, പോസ്റ്റർ ഡിസൈൻ വാക്കൻസീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള അല്ലെങ്കിൽ ഇന്ത്യ, ഞാൻ അമേരിക്ക എന്ന് അടിച്ചോളി.
അടക്കമുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അമേരിക്കൻ ക്ലയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യാം, ഡോളേഴ്സിൽ നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഒരു വേറെ പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. ഫ്രീലാൻസ് വർക്കുകൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ വർക്കുകൾ പല ആളുകളും ചെയ്യുന്ന വർക്കുകൾ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ബിഹാൻസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. യെസ്, ഇത് കണ്ടിട്ട് കമ്പനികൾ എന്ത് ചെയ്യും, ഈ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ഹയർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീലാൻസ് വർക്കുകൾ തരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇറ്റ്സ് ആൻ അനദർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, പല കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഡിസൈനിങ് പഠിച്ചാൽ മതി. സിമ്പിൾ, ഒക്കെ നിങ്ങൾക്ക് AI വെച്ചിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വർക്കിന് നിങ്ങൾക്ക് മിനിമം 1000 റുപ്യ. പല രീതിയിൽ പല ആഗ്രഹങ്ങളുള്ള പല തീമുകളുള്ള പല രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ പോസ്റ്റർ മൂവീസിനൊക്കെ നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ, കാർട്ടൂണിന് വേണമെങ്കിൽ റിലീസിങ്, അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് തംബ്നെയിൽസും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബിഹാൻസ് എന്നുള്ള പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളെ ഈ വാക്ക് കണ്ടിട്ട് ആളുകൾ നിങ്ങൾ ഇങ്ങോട്ട് എൻക്വയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്ലാറ്റ്ഫോം ബിഹാൻസ്. ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് ഡോളേഴ്സിൽ പേയ്മെന്റ് കിട്ടണം. അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് ഫൈവർ എന്നുള്ള പ്ലാറ്റ്ഫോം. പുറത്തുള്ള ക്ലയൻസിന് നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു വർക്കിന് ഫൈവർ എന്ന പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ മീഡിയ ഡിസൈൻ ആളുകൾക്ക് എന്ത് നിങ്ങളെ വർക്ക് ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈൻ കണ്ടോ, ഇവിടെ ആളുകൾ ചാർജ് 2000 റുപ്യ. 2000 റുപ്യ മുതൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ 2000 റുപ്യ ചാർജ് ചെയ്യുന്നുണ്ട്. 1000 രൂപ, 2000 റുപ്യ. അപ്പൊ നിങ്ങളുടെ വർക്ക് നിങ്ങളിവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഓക്കെ, ഇസ് അനദർ മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ മേടിക്കാം. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇസ് അനദർ മെത്തേഡ്. ഗ്രാഫിക് ഡിസൈനിങ് വർക്ക്സ്. ഓക്കെ, അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫൈവർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫൈവർ ഉണ്ട്, അപ്വർക്ക് ഉണ്ട്, ഫ്രീലാൻസർ എന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, ലിങ്ക്ഡിൻ, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊരു പോർട്ട്ഫോളിയോ ലിങ്ക്ഡിൻ കാണിച്ചു തരാം. ലിങ്ക്ഡിൻ, ഓക്കെ, ലിങ്ക്ഡിൻ സർവീസസ്, ലിങ്ക്ഡിൻ.com നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കയറാൻ പറ്റും. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോർട്ട്ഫോളിയോ, നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ വർക്കുകളൊക്കെ ഇവിടെ പബ്ലിഷ് ചെയ്യാം. കഥകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സ്റ്റോറി നിങ്ങൾക്ക് അവിടെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ ഡെയിലി ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇടുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ്. ലിങ്ക്ഡിനിൽ കയറി കഴിഞ്ഞിട്ട് പോസ്റ്റർ ഡിസൈനിങ് വർക്ക്സ് എന്നടിച്ച ഡിസൈനിങ് വാക്കൻസീസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വാക്കൻസീസ് ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയും. ഓക്കെ, ജോബ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ഹയർ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജോബ്സ്. ഓക്കെ, കമ്പനികൾ ഹയർ ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്. കണ്ടോ, പല ബ്രാൻഡുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഹയർ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങൾ പോർട്ട്ഫോളിയോ ഒക്കെ സെറ്റ് ആക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, ദുബായിലുള്ള കമ്പനികൾക്ക്, UAE കമ്പനികൾക്ക് അടിപൊളിയായിട്ട് അവർ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് അനദർ ഓപ്പർച്യൂണിറ്റി. ഇന്റർനാഷണൽ ക്ലയൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ കണ്ടോ, 6000 AED പെർ മന്ത് ടു 7500 AED വരെ നിങ്ങൾക്ക് ഇവിടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന AI ക്രിയേറ്റീവ് സ്പെഷ്യലിസ്റ്റ്. അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. AI വെച്ചിട്ടാണ് അവർക്ക് ക്രിയേറ്റീവ്സ് വേണ്ടത്. വി ആർ ലുക്കിംഗ് ഫോർ എ ഗ്രാഫിക് ഡിസൈനർ ആൻഡ് AI ഡിസൈൻ സ്പെഷ്യലിസ്റ്റ്. അവർക്ക് അതാ വേണ്ടത്. ഗ്രാഫിക് ഡിസൈനർ AI കൊണ്ട് നിർമ്മിക്കുന്ന ആളുകളെ അവർ നോക്കുന്നത്. യെസ്, അപ്പൊ ആ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക് കണ്ടെത്താം. ദിസ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇവിടെ കാണിച്ചത് ജസ്റ്റ് എ സിമ്പിൾ ഒരു സ്കില്ലാണ് AI വെച്ച് ചെയ്യാൻ പറ്റുന്ന. ഒരുപാട് സ്കില്ല് ഡിസൈനിങ് മാത്രമല്ല കേട്ടോ, പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ജസ്റ്റ് വൺ തിങ്. ഓക്കെ, ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഇപ്പൊ ഞാൻ കാണിച്ച കാര്യങ്ങൾ എങ്ങനെ വാക്കുകൾ കണ്ടെത്താം, ഇസ് ഇറ്റ് യൂസ്ഫുൾ? പല പ്ലാറ്റ്ഫോംസ് ഞാൻ പരിചയപ്പെടുത്തി തന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? ഹലോ, യെസ്, എത്ര പേർക്ക് യൂസ്ഫുൾ ആയി? ലെറ്റ് മീ നോ.
താങ്ക് യു ഷാംലിൻ, താങ്ക് യു ഷബീർ അലി, താങ്ക് യു അനീഷ, താങ്ക് യു അഭിഷേക്. യെസ് യെസ്, താങ്ക് യു എവ്രി വൺ. അപ്പോൾ ഇതാണ് ദിസ് ഇസ് വാട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഈ സ്കില്ലാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സ്കിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒരാൾ മാത്രമേ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ വാക്ക് ഇട്ടിട്ട് വേറെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഇത് ഹാൻഡ്സ് ഓൺ ആയിട്ട് നിങ്ങൾ കയ്യോടെ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് പ്രൊഫഷണൽ ആക്കിയ നിങ്ങൾക്ക് നമ്മളെ കോഴ്സ് കഴിയുന്നതിന് മുന്നേ നിങ്ങൾ അടച്ച എമൗണ്ടിന്റെ ഡബിളും ത്രിബിളൊക്കെ കിട്ടാവുന്ന ലെവലിലുള്ള സ്കില്ല് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് നമ്മളൊരു കോഴ്സായിട്ടും കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് വൺ സ്കില്ല് മാത്രമാണ്. ഇതുപോലെ ഒരുപാട് സ്കില്ല് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഏലൻ ഒരുപാട് സ്കിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നതുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് പോസ്റ്റ് ഡിസൈനിങ് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പല സ്കില്ലും നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, ഓക്കെ. പല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ലിസ്റ്റിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് തയ്യാറാക്കി തരാം. ഓക്കെ, ഓട്ടോമേഷൻസ് ചെയ്യാം, റിസർച്ചിങ് ചെയ്യാം, വീഡിയോ ക്രിയേഷൻ ചെയ്യാം. അങ്ങനെ പല രീതിയിലും കുറച്ചും പ്രൊഫഷണൽ ലെവലിലാണ് ഏജൻസിന് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. വീഡിയോ ഇതുപോലെ പോസ്റ്റർ മാത്രം വീഡിയോസ് നിങ്ങൾക്ക് നിർമ്മിക്കാം. വീഡിയോ അനിമേഷൻ വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. യെസ്, അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് ചെയ്യാനുള്ള. ഒരുപാട് ടൂളുകളും അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, യെസ്, ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ 999 കോഴ്സ് ഇല്ലേ, അതെല്ലാം പറ്റില്ലേ പറയുന്നത്? യെസ്, 999 നമുക്ക് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്? യെസ്, അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാനൊരു ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം. അതിൽ ഞാൻ ഡ്രോപ്പ് ഷിപ്പ് ആയിരുന്നു എൻക്വയറി ചെയ്തത്. അപ്പൊ അതിന്റെ A to Z പഠിക്കാം. നമുക്ക് അതിനെപ്പറ്റി തീരെ ഐഡിയ ഇല്ലാത്ത ആളാണ്. യെസ്, ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഡ്രോപ്പ് ഷിപ്പിങ്ങിന് പുറമെ റീസെല്ലിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റീസെല്ലിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരും. ഓക്കെ, സീറോ ലെവലിലുള്ള ആൾക്കും കുഴപ്പമില്ലല്ലേ? യെസ്, ആർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഡൗട്ട് ചോദിക്കാനൊക്കെ ആളുണ്ടാവും. എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആളുണ്ടാവും നമ്മളെ പ്രോഗ്രാം വരുന്നത് 3 ലെവലിലാണ് വരുന്നത്. ഒന്ന് വാട്സപ്പ് വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതുപോലെ ലൈവ് ആയിട്ട് ഉണ്ടാവില്ല. ഇതിന് പകരം വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വീഡിയോ ഷെയർ ചെയ്യും. യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. പല അടിപൊളിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ, പക്ഷെ നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ മെന്ററിങ് വേണം, എൻ്റെ ഒരു സപ്പോർട്ട് വേണം. നിങ്ങളെ കൈ പിടിച്ച് നിങ്ങളെ കൊണ്ടുപോയി സക്സസിലോട്ട് എത്തിക്കുന്ന ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് ഐ എം ഗിവിങ്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ സ്കില്ലും ഇപ്പൊ കോളേജിൽ പോയി പഠിക്കുന്ന എല്ലാ സ്കില്ലും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ChatGPT ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ എന്റെ കണ്ടന്റ് അല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള മെന്റർഷിപ്പാണ് ഞാൻ തരാം. എന്റെ കണ്ടന്റ്സും ഉണ്ടാവും. ഞാനൊരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ അത് പഠിക്കുന്നു. അടുത്ത ലെവലിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതെല്ലാം ഗ്രൂപ്പിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാകാം. ആ സപ്പോർട്ടിനാണ് നമ്മൾ 999 മേടിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ടാസ്കുകളും ഓരോ ടാസ്കും ചെയ്യും. അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് നമ്മൾ 999 കോഴ്സിൽ വരുന്നത്. രണ്ടാമതായിട്ട് അത് ഇപ്പോൾ ഓഫറിലാണ് 999 കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത മാസത്തിൽ റേറ്റ് കൂടുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് സപ്പോർട്ട്. ഇതുപോലെ 3 ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. വീക്കിലി 3 ലൈവ് സെഷൻസ് ഉണ്ടാവും. രാത്രിയിലായിരിക്കും പ്രോഗ്രാം, റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഒപ്പം വാട്സപ്പ് ഗ്രൂപ്പ് സപ്പോർട്ടും ടാസ്കും കാര്യങ്ങളും ഉണ്ടാവും. അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 5000 രൂപയാണ്. 4999 ആണ്. ഓക്കെ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുണ്ടാവും, പോസ്റ്റ് ഡിസൈനിങ് ഉണ്ടാവും, വീഡിയോ ക്രിയേഷൻ ഉണ്ടാവും, ഡ്രോപ്പ് ഷിപ്പിംഗ്, റീസെല്ലിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതെല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ, സപ്പോർട്ടിന് മാറ്റം ഉണ്ടാവും. ഓക്കെ, പിന്നെ മൂന്നാമതായി വരുന്നതിന് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്കാണ്. അത് ഞാൻ 35,000 ചാർജ് ചെയ്യുന്നുണ്ട്. കാരണം 35,000 മുടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ 1 lakh നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ എനിക്ക് പറ്റും. ഓക്കെ, ആ ലെവലിലുള്ള എൻ്റെ പേഴ്സണൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി നിങ്ങളെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3 ഓപ്ഷൻസും ഏത് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ കോഴ്സിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ് ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഫോമിൽ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഫോമിൽ ഫില്ല് ചെയ്യുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഞാനൊരു ഫോമിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ഗ്രൂപ്പിലൊന്ന് മാഡം ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം,
ഞാനൊരു ഫോം ഇടുന്നുണ്ട്. ആ ഫോമിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണലൈസ് ആയ മെന്റർഷിപ്പ് ആണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഏരിയാസ് നിങ്ങൾക്ക് മാത്രം മതി. അപ്പോൾ അതിന് പേഴ്സണലൈസ് മെന്റർഷിപ്പ് വേറെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഫോം ഫില്ല് ചെയ്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. എന്ന് ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ദിസ് ഈസ് വാട്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വെറുത്തായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നിങ്ങൾ ഫീഡ്ബാക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ അറിയിക്കുക. വോയിസ് നോട്ടായിട്ട് നിങ്ങൾ ഇടുക. ഓക്കെ, വോയിസ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. ഒപ്പം ഇപ്പൊ ലൈവായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ ആയി ഈ സെഷൻ ഒരു 1 മണിക്കൂർ നമ്മൾ നിങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. നിങ്ങളൊരു ഫീഡ്ബാക്ക് ആരെങ്കിലും ഒരു വോയിസ് എന്നാണ് റാഷി സാർ ആണെങ്കിൽ റാഷി സാറിന് നല്ലൊരു യൂസ്ഫുൾ ആയോ? ഇതുവരെ ഞാൻ എടുത്തത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു ഓക്കെ, ഇത് ഒരു പുതിയ അറിവാണ് ഇന്ന് പഠിച്ചത്. അപ്പോ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏർണിങ്സ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞല്ലേ ഈ ജസ്റ്റ് ഇതിപ്പോ ഞാൻ ഇന്ന് കാണിച്ചു വളരെ സിമ്പിൾ ആയ ബേസിക് സാധനം. പക്ഷേ ഈ ബേസിക് സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ നാട്ടിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഹോട്ടലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവരൊക്കെ ചിലപ്പോൾ എങ്ങനെയാണ് വർക്ക്, അവർക്കും ഇത് വരുമ്പോൾ പോസ്റ്റർ വേണ്ടി വരും അല്ലെ, ഓണം വരുമ്പോൾ വേണ്ടി വരും, ഓഫർ ഉണ്ടാകുമ്പോൾ പോസ്റ്റേഴ്സ് വേണ്ടി വരും, മെനു കാർഡ് ഉണ്ടാക്കേണ്ടി വരും, എല്ലാവർക്കും വേണ്ട സാധനം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഏൺ. അതും വളരെ വലിയ സ്കില്ലൊന്നും വേണ്ട. ഈ കുറച്ച് AI ടൂൾസ് ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഒരു സൈഡ് ഇൻകം നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു മണിക്കൂർ ഡെയിലി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാസം 20,000 ഉണ്ടാക്കുന്ന സ്കിൽ ഇങ്ങനെ നമുക്ക് ഇതിന് കാണാം. ഓക്കെ, ഈ ഒരു പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഫുൾ ടൈം ജോബ് ആക്കാം. ഒന്നും കൂടി കുറെ വർക്കും ക്ലയൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കി തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ സ്റ്റാഫിനെ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആളുകളെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ അണ്ടറിൽ വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൂടുതൽ വർക്ക് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെ ചിന്തിക്കാം നിങ്ങളെ തലയിൽ ഉദിക്കുന്ന ബുദ്ധി പോലെ ഇരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡി ഉണ്ടാവും. ഹാൻഡ്സ് ഓൺ നിങ്ങൾക്ക് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണെങ്കിൽ ആ ലെവലിൽ നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് നിങ്ങളെ വാല്യുബിൾ ആയുള്ള ഫീഡ്ബാക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. എല്ലാവരും ഇപ്പൊ 15 പേര് ലൈവിൽ ഇപ്പൊ ഉണ്ട്, 20 പേരുണ്ട്. 20 പേരും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയുക. ഇറ്റ് വിൽ ബി സോ വണ്ടർഫുൾ. അപ്പൊ അടുത്ത ആഴ്ചയിൽ വീണ്ടും ഒരു സ്കില്ല് നമുക്ക് പഠിക്കാം. ഓക്കെ, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് അറിയിക്കുക. മാത്രമല്ല കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പിന്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ട് സാറേ, ഞാൻ പേയ്മെന്റ് ചെയ്യട്ടോ? യെസ്, ഓക്കെ, താങ്ക് യു സർ. Okay, thank you very much. Thank you all the best. Good night all. Okay.